പ്രലോഭനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവയെ എപ്രകാരമാണ് നേരിടേണ്ടതെന്ന് വചനം നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗം. സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ അവനങ്ങ് സ്തുതി പാടുകയാണ്. അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, ദൈവപുത്രനാണ്, മിശിഹായാണ്, പരിശുദ്ധനാണ്, എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്തുതികീർത്തനങ്ങളുടെ ആരവങ്ങൾ മുഴക്കുകയാണ്. ഈശോ അവനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, മിണ്ടാതിരിക്കൂ, അവനെ വിട്ടിട്ട് പുറത്തേക്ക് പോകും. ജനക്കൂട്ടത്തിലേക്ക് അവനെ തള്ളിയിട്ടിട്ട് അശുദ്ധാത്മാവ് പുറത്തു പോവുകയാണ്. സ്നേഹമുള്ളവരെ, സ്തുതി പാഠകരുടെ ഓരോ ഭാഷയിലും നാം വീണു പോവാതെ, ഓരോ സ്തുതി പാഠകരുടെയും പ്രകീർത്തനം ആലപിക്കുന്നവരുടെയും പ്രശംസിക്കുന്നവരുടെയും ഒക്കെ ചിന്താഗതിയിൽ ഒരുപക്ഷെ നാം അറിയാത്ത എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം. അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാൻ പരിശ്രമിക്കുക. പലപ്പോഴും നാമൊക്കെ സ്തുതിയിൽ വീണു പോകുന്നവരാണ്. ഈശോയെ പിശാച് സ്തുതിച്ച് ആരാധിച്ചതുപോലെ പലപ്പോഴും നാമൊക്കെ സ്തുതി കേട്ടിങ്ങനെ പോകുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമാകാത്തവരായിട്ട് പോകുകയാണ്. സ്തുതിയുടെ കിന്നരങ്ങൾ മുഴങ്ങുമ്പോഴും മനസ്സിനെ ശാന്തപ്പെടുത്തുവാനായിട്ട് നന്മയിലേക്ക് തിരിയുവാനുള്ള മനോഭാവം നമുക്കുണ്ടാവട്ടെ. രണ്ടാമത്തെ ഒരു വലിയ പാഠം സുവിശേഷം സമ്മാനിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ദൈവോന്മുഖരായിട്ട് പോകുന്നവർക്കൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ടാവാം. സമൂഹം ഒരുപാട് തിന്മ അവർക്കെതിരെ ആരോപിക്കുന്നുണ്ടാവാം, നന്മ ചെയ്യുവാൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. ഇത് തന്നെയല്ലേ സുവിശേഷം പഠിപ്പിച്ചത്? പിശാച് ബാധിച്ച വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് പിശാച് പോകുമ്പോൾ അവനെ തള്ളിയിടുകയാണ്, നിലത്തേക്ക് വീഴിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നാണക്കേട് ഉണ്ടാകുമ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവർക്ക്, ദൈവികമായ നന്മ ആധാരമാക്കി ജീവിക്കുന്നവരെയൊക്കെ സമൂഹം ഇപ്രകാരമായിരിക്കും കാണുക. അതിൽ പതറിപ്പോവരുത്. നിന്റെ കൂടെ ഈശ്വര സാന്നിധ്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നന്മയുണ്ടാവുക. വരികൾ വായിക്കുമ്പോൾ വചനത്തിൻ്റെ ഓരോ വരികൾക്കിടയിലുമുള്ള ആന്തരിക അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും ഓരോന്നും ഇന്നെൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരിക്കാം. തകർന്നു പോവാതെ ധൈര്യപൂർവ്വമാവുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പ്രതി അവഹേളിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും നിങ്ങൾക്കെതിരായ ആളുകൾ വ്യാജ പ്രചരണം നടത്തുമ്പോഴുമൊക്കെ ഓർത്തുകൊള്ളുക, ആനന്ദിക്കുവാനുള്ള കാരണമാണത്. കാരണം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ആനന്ദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശ്വര സാധന ഒരു അനുഗ്രഹമാക്കി മാറ്റാം. നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമുക്ക് സ്തുതി പാടുമ്പോൾ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പോകാതെ നമുക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യങ്ങൾ കൊണ്ടതിനെ മനസ്സിലാക്കുവാനും മനനം ചെയ്യുവാനും വേണ്ടാത്തവയെ വേണ്ട എന്ന് പറഞ്ഞു പോകുവാനുമുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. വചനത്തിൽ ഒരു വരി ഏറെ അർത്ഥവത്താണ്. സിനഗോഗിൽ ഒരു അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ദൈവിക സാന്നിധ്യമാകേണ്ട ഇടത്ത് തന്നെയാണ് അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായത്. നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ എത്രമാത്രം ഭക്തിയാണെന്ന്, സ്നേഹമാണെന്ന്, നന്മയാണെന്ന് കരുതുമ്പോഴും ഒരുപക്ഷെ നാം അറിയാത്ത തിന്മയും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. പലപ്പോഴും നന്മയുടെ ഭാവത്തിലാണ് തിന്മ കടന്നു വരിക. നന്മയുടെ ഭാഷ കേൾക്കുന്നവർ തിന്മയും ഉണ്ടാകപ്പെടാമായിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന ഓരോ ജീവിതങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തുതികളിൽ വീണു പോവാതെ എല്ലായ്പ്പോഴും ഈശ്വര സാധനം കൊണ്ട് ജീവിക്കപ്പെടുവാനായിട്ട് സമൂഹം നമ്മളെ എത്രമാത്രം തള്ളി മാറ്റിയാലും അധിക്ഷേപിച്ചാലും നാണം കെടുത്തിയാലും മനസ്സിലുള്ള ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുത്താതെ നന്മയുടെ പാതയിൽ മുമ്പോട്ട് പോവുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.